ഓ ഇന്ന് രാവിലെ മഴയാന്ന് തോന്നുന്നു. രാത്രിയെല്ലാം മഴയായിരുന്നു. രാവിലെ ഒന്ന് മുറ്റം തൂക്കാൻ പോലും പറ്റിയില്ല, ഇപ്പോഴും തൂങ്ങിക്കൊണ്ടിരിക്കും. ഇന്നെന്നാ ചമ്മച്ചി രാവിലെ ഞായറാഴ്ചയായിട്ട് കാപ്പിക്ക് കപ്പയും മുളകും ആയാലോ? സ്പെഷ്യൽ ഒന്നും ഇല്ലേ? സ്പെഷ്യലിന് വേണ്ടി ഇന്ന് ഞാൻ സ്പെഷ്യൽ ഉണ്ടാക്കുമോ? ഇതൊന്നും വേണ്ട. ഇതെന്നാന്ന് ഓർത്താ? നീ ഓർത്ത് ചിക്കൻ ആണെന്നല്ലേ? നോൺ വെജ് വല്ലതും നോൺ വെജ് ഒന്നും അല്ല ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത്. ഞാനേ മുളക് മേടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഉപ്പിപ്പരിച്ചൊക്കെ തീർന്നു. അപ്പം ഞാൻ ഈയിടെ കടയിൽ പോയപ്പോൾ മുളക് കൊണ്ടാട്ടം മേടിച്ചു കൊണ്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടൊരു കറി ഉണ്ടാക്കാൻ പോവാ. ഇതൊക്കെ രാവിലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എനിക്ക് വൈകിട്ടാകുമ്പോ വേറെ വല്ലതും തരണം. അത് ശരി. എങ്ങനെയാ ഇപ്പം രാവിലെ നമുക്ക് ഇതും കൊണ്ട് കപ്പ തിന്നാം. നല്ല എന്നാ ചെണ്ടക്കപ്പയാക്കണോ കുത്തി വേവിക്കണം? അതൊന്നും എനിക്കറിയത്തില്ല, അമ്മയോട് ചോദിക്കും. നിനക്കെന്തോ ഇഷ്ടമെന്ന് പറഞ്ഞാൽ അങ്ങനെ വേവിക്കും. കപ്പ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ കുഞ്ഞിക്ക് വല്ല പൊറോട്ടയോ ചിക്കനോ മട്ടനോ ഒക്കെ ആയിരിക്കും കുഞ്ഞിക്ക് ഇഷ്ടം. എനിക്കിഷ്ടമല്ല. അതാണെ കുഞ്ഞ് ഏസ് വെക്കും. ഇപ്പൊ കമ്പത്ത് പോയാ അവിടുത്തെ ചിക്കനും ഒക്കെ തിന്നാവില്ല ഒന്നും കൊണ്ടായിരിക്കും. എന്നാ കുഞ്ഞി ഉണ്ടാക്കിക്കോ. ചമ്മച്ചി ഉണ്ടാക്കിക്കോ. ഞാൻ പറഞ്ഞു തരാവുന്നേ. കുഞ്ഞി ഉണ്ടാക്കിക്കോ, കുഞ്ഞിക്ക് പഠിക്കുകയും ചെയ്യാം. എനിക്ക് കപ്പയും തൈരും ഒന്നും ഉണ്ടാക്കണ്ട. പിന്നെ എനിക്ക് വല്ലോ മന്തിയോ ചിക്കനോ. ഇതേ കർക്കിടകത്തിന്റെ പേരും പറഞ്ഞ് മുളക് തന്ന് തീറ്റിക്കുന്ന തോന്നുന്നത്. അതൊന്നും നടക്കുകയല്ല. ഞാൻ അച്ഛയോട് പറഞ്ഞിട്ടുണ്ട് വൈകിട്ട് വല്ലോ മട്ടനൊക്കെ വാങ്ങിച്ചോണ്ട് വന്നിട്ട്. കർക്കിടകത്തിൽ എല്ലാരുമേ അജമാംസരസായനവും പിന്നെ എന്നാ ആട്ടിൻ സൂപ്പും അതൊക്കെയല്ലേ കഴിക്കുന്നത്. രണ്ടും ഒന്നല്ലേ? ആണോ? അത് രസായനവും സൂപ്പും രണ്ടാ. രാവിലെ തൽക്കാലം ഇപ്പം കപ്പയും മുളകും തരാം. മുളക് കൊണ്ട് കൊണ്ടാട്ടം ഉണ്ടാക്കി കപ്പയും കൂടെ വേവിച്ച് തരാം. രാവിലെ അതുകൊണ്ടൊക്കെ തൃപ്തിപ്പെട്ടോണം. പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേനും അച്ഛയോട് എന്നതെങ്കിലും മെനു വേണേ പറഞ്ഞ് മേടിപ്പിച്ച് ഉണ്ടാക്കിക്കോണം. ഉച്ചക്കത്തേക്ക് എപ്പോ ഓംലേറ്റ് ഇടിച്ച് ചോറ് തന്നാ മതി. വൈകിട്ടത്തേക്ക് നമുക്ക് അത് കഴിഞ്ഞിട്ട് ആലോചിക്കാം അല്ലേ? ഓംലേറ്റ് വിട്ടുള്ള ഒരു കളിയും വേണ്ടല്ലേ? വൈകിട്ട് കുറച്ച് മട്ടൻ മേടിച്ച് സൂപ്പ്. ഇവർക്കൊന്നും ഇഷ്ടമല്ല, നമുക്ക് കുടിക്കാം. ഈ മുളക് വറുത്ത് കോരിയെടുക്കാം. നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം. പൊട്ടുന്നുണ്ട്. അതൊക്കെ പൊട്ടും, നീ മാറിയിരുന്നു. ഞാൻ വറുത്ത് കോരിക്കളാം. അപ്പൊ എല്ലാം കറക്റ്റ് ഭാഗമായിട്ടുണ്ട്. കോരാലേ? കോരി വെക്കുക. കറണ്ട് പോയല്ലോ. കറണ്ട് അല്ലേലും എന്നാലും നമ്മളെ ശരിയാക്കാൻ തുടങ്ങുമ്പോ കടി ഇട്ട് കൊടുത്തു. ഇന്നെല്ലാം ഒരു പൊട്ടൽ ഇതാണല്ലോ. 2 വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. വെറും 2 വെളുത്തുള്ളി. 2 അല്ല, വേറെ ഉണ്ട്. നമുക്ക് ഇച്ചിരി ഇഞ്ചി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇച്ചിരി ഇഞ്ചി, വെളുത്തുള്ളി, കടുക്. ഇനി നമുക്ക് സവോള അല്ല കറിവേപ്പിലയും കൂടി ഇടാം. പൊട്ടുന്ന ഒറ്റ കേൾക്കുന്നുണ്ടല്ലേ? അതെന്നാണോ കറിവേപ്പില കഴുകി വാരി വെച്ചതായിരുന്നു. പിന്നെ വെള്ളമയം ഉണ്ട്. അതാ. ഇനി സവോളയോ? ഇനി സവോള ഇട്ട് മൂപ്പിക്കാം. മുളകിന് നല്ല ഉപ്പുള്ളത് കൊണ്ട് സവോളയ്ക്ക് ലേശം ഇട്ട് കൊടുക്കാം അല്ലേ? ലേശം. ചില മുളകിന് നല്ല ഉപ്പാണ്, ചില മുളകിന് ഉപ്പില്ല. അത്ര ഉപ്പില്ല. സവോളയ്ക്ക് മാത്രം ഉള്ളത് ഇട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ ഇളക്കി എടുക്കാവൂ. ഇനി ഇതൊന്നും ഇച്ചിരി നേരം നല്ലപോലെ വഴലണം. നടുവേദനയൊക്കെ ഇല്ലേ? ജിമ്മി വരുന്നോ ഈ വയസ്സനാം കാലത്തോ? അത് പിന്നെ ജിമ്മി വരെ വയസ്സൊന്നും ഇല്ല. എപ്പോഴെങ്കിലും വരെ. ആണോ? പ്രായമുള്ളവരുണ്ടോ അവിടെ? പിന്നെ പ്രായമുള്ളവരുണ്ട്, കുറെ ആന്റിമാരുണ്ട്, ചേച്ചിമാരുണ്ട്, അമ്മച്ചിമാരുണ്ട്. എന്നാ പിന്നെ നിന്റെ കൂടെ ഞാനും കൂടെ വന്നാ ബോഡിയൊക്കെ സെറ്റ് ആക്കാം. അവിടെ കയറി മറിഞ്ഞ് വീഴുവാ ഞാൻ. അവിടെ എന്നാലും എത്രയുടെയൊക്കെ ഉള്ളത്? എത്ര രൂപയ്ക്ക് ആകും? 750 മാസമോ? അതൊക്കെ ഉള്ളൂ. അച്ചമ്മച്ചി പൊക്കോ, സെറ്റാകും. ബ്ലഡ് ഷുഗർ അങ്ങനെയുള്ള എല്ലാം നല്ല ഇതൊക്കെ ആകുമ്പോ ഫിറ്റ്നസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാം. എനിക്ക് ഷുഗർ ഒന്നും ഇല്ലല്ലോ.
പിന്നെ ഇല്ലെങ്കിലും മസിലൊക്കെ ഉണ്ടല്ലോ, മസിലൊക്കെ മസിലൊക്കെ നല്ലപോലെ ആവും. ആവോ? എന്നാ പോന്നാലോ? വാ, തങ്കമ്മേനെ കൊണ്ടുവന്നാലും മതി. തങ്കമ്മയ്ക്ക് ഇപ്പം തന്നെ എഴുന്നേറ്റ് നിൽക്കാൻ മേല നേരവാ. അതൊക്കെ അവിടെ വന്ന് ഒരു 1-1.5 മാസം കൊണ്ട് അതൊക്കെ റെഡിയാവും. എന്നാ ഞാനൊന്ന് വന്ന് നോക്കിയിട്ട് തങ്കമ്മേനെ കൊണ്ടുവരാം. എന്നാ അങ്ങനെ വരട്ടെ, വന്നിട്ട് ബോഡിയൊക്കെ സെറ്റ് ആവട്ടെ. അമ്മച്ചിക്ക് ഇതൊക്കെ ഇഷ്ടമായിരിക്കും. അമ്മച്ചി എല്ലാ കാര്യത്തിനും കൂടും. നീ ഡാൻസ് കളിക്കണോ അതും ചെയ്യും, പാട്ട് വേണോ അതും ചെയ്യും. അമ്മച്ചിക്ക് ഭയങ്കര സ്പോർട്സ്മാൻ സ്പിരിറ്റ്. എന്നെ മുന്നിൽ ചെയ്യും. അങ്ങനെയൊന്നുമില്ല, അമ്മച്ചി നേരത്തെ മുതലേ അങ്ങനെയാണ്. ചോളയൊക്കെ നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ലേശം മതി, മുളക് ഉള്ളത് കൊണ്ട് മുളക് പൊടി ശകലം മതി. പിന്നെ എരിവില്ലാത്ത മുളക് പൊടി ആയിട്ട് ഇച്ചിരി ഇട്ട് കൊടുക്കാം. ശകലം മതി എന്ന് പറഞ്ഞിട്ട് 2 സ്പൂൺ. 2 സ്പൂൺ എന്നാലും ഒരു ശകലം നിറം വരാൻ മാത്രം. ഇനി അര സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പോരട്ടെ. ഒന്ന് മൂത്തോട്ടെ. ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്ന ഒഴിച്ച് കൊടുക്കാം. ശർക്കര ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുളിവെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. കപ്പ ഇച്ചിരി കൂടെ വേണ്ടേ? 1 കിലോ കൂടെ ഇടാം. ഇനിയേ നമ്മുടെ പ്രധാന ഐറ്റമായ മുളക് ഇട്ട് കൊടുക്കാൻ പോകുന്നു. മുളക് വറുത്ത് വെച്ചിരിക്കുക. ഇട്ടോ ഇട്ടോ. മുളക് കറി അല്ലേ? കൊണ്ടാട്ടം മുളക് കൊണ്ടുള്ള കറിയാ. അല്ല, ഇത് സദ്യക്കാതെ വിളമ്പുന്നതാ. പച്ചമുളക് കറി വെക്കത്തില്ലേ? പച്ചമുളക് വെക്കാം. അതിന് നല്ലപോലെ തൈര് ഒഴിക്കണം. ഇതിനും തൈര് ചേർക്കുന്നുണ്ട്. ഇതിന് തൈര് ലേശം ചേർക്കുള്ളൂ. അവനിത് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് കഴിയല്ലേ. എന്നാ ഇനി തൈരും കൂടെ ഒഴിച്ചു. തൈര് ശകലം തൈര് മതി, ഒരു 4-5 സ്പൂൺ തൈര് മതി. ഈ മുളക് ഈ വറക്കുമ്പോ നല്ല ക്രിസ്പായിട്ടിരിക്കുമല്ലോ. ഇത് ഇങ്ങനെ കറി വെക്കുമ്പോ അത് പോവോ? കറി വെക്കുമ്പോ ഇനി അത് മുളക് അലുത്തല്ലേ ഇരിക്കുള്ളൂ. ഇനി ഇതിനകത്ത് കിടന്ന് ഇത് നാളെ രാവിലത്തേന് അല്ലെ 2 ദിവസമൊക്കെ ആകുമ്പോഴത്തേനും ഇത് പെട്ടെന്ന് കേടാകുകയില്ല. ആകുമ്പോഴത്തേനും നല്ല സൂപ്പറായിട്ട് ഒരുപാട് ദിവസം ഇരിക്കുകയില്ലേ. സബോളയല്ലേ വെട്ടിയൊക്കെ ചേർത്തേക്കുന്നത്. അതുകൊണ്ട് ഇനി ഇതിനകത്ത് നമുക്ക് ശകല ഉലുവാപ്പൊടിയും കൂടെ ഇടാം. അപ്പം നമ്മുടെ മുളക് കൊണ്ടാട്ടം കറി റെഡിയായി. നമ്മുടെ കണ്ണാപ്പി ചാടിപ്പോയ കണ്ണാപ്പിയെ പറമ്പിൽ കൂടെ നടപ്പുണ്ട് കേട്ടോടി. കണ്ണാപ്പിയെ വേറെ തന്നെ വന്നിരുന്ന് വിളിക്കുന്നുണ്ടോ? ഒറ്റ ഒറ്റല കാരണേന്ന് അവന്റെ കൂട്ടുകാരനായിരിക്കും. അവന്റെ കൂട്ടുകാരനാന്ന് തോന്നുന്നു. അവൻ ഇവരുടെ ഭാഷയൊന്നും ഇപ്പൊ മനസ്സിലാവുമല്ലേ അല്ലേ? അവൻ അവരുടെ ഭാഷയൊന്നും ഇപ്പൊ മനസ്സിലാവുന്നില്ലായിരിക്കും. അവന് ഇതെല്ലാം കേട്ട് അന്തിച്ചിരിക്കാന്ന്. എല്ലാം കൂടുന്നുണ്ട് രണ്ടും കൂടെ. ആണോ? ഇനിയും ചിലപ്പോ ഇനി ആവുമ്പോ പെൺപിള്ളേരെ വിളിച്ചോണ്ട് വരുമോ? ഒന്നാം പെണ്ണിനെ വിളിച്ച്. ഇന്നലെ രാത്രി കയറി സന്ധ്യയായപ്പോ വന്നേ രണ്ടും കൂടെ. ഇന്നലെയും വന്നു, മിനിങ്ങാന്നും വന്നു. എന്നിട്ട് നമ്മൾ എഴുന്നേക്കുമ്പോഴത്തേനുണ്ടല്ലോ കൂടെ വന്നവൻ ചാടി ഓടും. ചെറുക്കന് പ്രായപൂർത്തിയായെന്ന് തോന്നുന്നു. അപ്പൊ നമ്മളെ മുളക് കൊണ്ടാട്ടം കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഈ മുളക് കൊണ്ടാട്ടം കറി കപ്പയും കൂടെ ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ടേസ്റ്റ് ചെയ്ത് നോക്കിയാ കുഞ്ഞി. ചോറും തരണേ. എങ്ങനെയുണ്ട് സംഭവം? ചോറും തരത്തില്ല, ഇന്ന് കപ്പയും മുളക് കൊണ്ടാട്ടം കറിയോ എങ്ങനെ ഉണ്ടെന്ന് നോക്കി. കപ്പയൊന്നും ഞാൻ തിന്നൂല. കുഞ്ഞിക്ക് എപ്പോഴും കപ്പ തിന്നാൻ മതി. ഞാനോട് ഈ കറി വലിയ സുഖമില്ലായിരിക്കുന്ന, പക്ഷെ നല്ല കറിയാണ് കേട്ടോ. നല്ല അടിപൊളി കറിയാണ്. അതെ അതെ. കുഞ്ഞു കൊണ്ടാട്ടം കറി വേണമെന്നൊക്കെ പറഞ്ഞു. എങ്ങോട്ട് കുഞ്ഞി നോക്കിയിട്ട് എല്ലാം കൂടെ മിക്സ്. പക്ഷെ നല്ല ടേസ്റ്റ് അല്ലേ? ചെറിയ മധുരമുണ്ട്, ചെറിയ പുളിയുണ്ട്, ചെറിയ എരിവുണ്ട്. മുളക് ചാലിച്ചാൽ നല്ല എരിവ് കാണും. നല്ല കുഴപ്പമില്ല കേട്ടോ, നല്ല സൂപ്പർ കറി. എനിക്ക് അപ്പം ഞാൻ ഇത് മാത്രം മതി, മീനും വേണ്ട, ഒന്നും വേണ്ട.
ഓടും. ആ ഇല്ലില്ല ഞാൻ അറിയാതെ പറഞ്ഞതാ, ഓടത്തില്ല. ഞാനോടും. ഇതൊക്കെയാണേലും മതി. പ്രോട്ടീൻ തൈരുണ്ട്, തൈര്. അല്ല എനിക്കിതായാലും മതി. എനിക്ക് രാമായണ മാസമല്ല, ഇത് വായിക്കുകയും ചെയ്യണം. ഉം. അതുകൊണ്ട് എനിക്ക് അപ്പൊ അമ്മച്ചിക്ക് നോയമ്പ് കേട്ടോ. ഞങ്ങൾക്ക് പോയിട്ട് നമുക്കില്ല. മട്ടൻ സൂപ്പ് ഇല്ലെങ്കിൽ ഇന്ന് അപ്പൊ അച്ചമ്മച്ചിക്ക് മുളകിന് നല്ല ടേസ്റ്റ്. ആ, ഉപ്പും പുളിയൊക്കെ പിടിച്ചപ്പോൾ കപ്പയും മുളക് കൊണ്ടാട്ടം സൂപ്പറാ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാരും ഉണ്ടാക്കി നോക്കണം.